ഇനി അടുത്ത ഡയമെൻഷൻ എന്താണ്? കണ്ടന്റ്സ്. കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഡയമെൻഷൻ റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ബീങ് പ്രോസസ്ഡ് ആൻഡ് ദേ ഹാവ് 5 കാറ്റഗറീസ്. ഓക്കെ, കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചില ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? 5 തരമാണ് ഇതിലുള്ളത്. ഒന്നെന്താണ്? വിഷ്വൽ, അതായത് ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയാ അത് നമ്മൾ കാണുന്നത്, നമ്മൾ ആ ഒരു സീനാണ് നമുക്ക് ഓർമ്മയുണ്ടാവുന്നത്. ഓക്കെ, ആ പെർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ മനസ്സിന് മുമ്പിൽ ആദ്യം വരുന്ന എന്താണ്? ആ ഇൻഫർമേഷൻ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ അത് കണ്ടത്, രൂപങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓർത്തിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷ്വൽ ഫോം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ഓഡിറ്ററി. ഓഡിറ്ററി എന്ന് പറയുന്നത് എന്താണ്? ശ്രവണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ, ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഓഡിറ്ററിയിൽ പെർസീവ് ചെയ്തിരിക്കുന്നത്? ഇൻഫർമേഷൻ ഇസ് പെർസീവ് ത്രൂ വോയിസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഹിയറിംഗ്, അതായത് നമ്മൾ പറഞ്ഞു കേട്ടതിലൂടെ നമ്മൾ ഇൻഫർമേഷൻ എടുക്കുകയും വെക്കുകയും പ്രോസസ് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ത്? ഓഡിറ്ററി. അടുത്തത് പറയുന്നത് എന്താണ്? സിംബോളിക്. സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംബോളിക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നമ്മൾ സയൻസിലൂടെയും സിംബൽസിലൂടെയും ആൽഫബറ്റ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന പ്ലസ് മൈനസ് സൈന് സിംബൽസ് ഇങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ പെർസീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സിംബോളിക് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? സ്കിമാറ്റിക്. സ്കിമാറ്റിക് പറയുന്നത് എന്താണ്? വെർബൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നമ്മൾ നോവൽ വായിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ കിട്ടുന്നു, ജേർണൽസ് വായിക്കുന്നതിലൂടെ, പോയിന്റ്സ് വായിക്കും. ഇതെല്ലാം എന്താണ്? വെർബൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ത്രൂ വേർഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിമാറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് അവസാനത്തതാണ് ബിഹേവിയറൽ. ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രവൃത്തികളാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് ആ ഒരു രീതി അല്ലെങ്കിൽ ആ എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ, ആ ഒരു പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ബിഹേവിയറൽ എന്ന് പറയുന്നത്. അതെന്താവാം? നമ്മൾ ആരോടെങ്കിലും സംസാരിച്ച ആ ഒരു സംസാരം, ആ ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരാളുടെ ബിഹേവിയർ ആയിരിക്കാം. അതാണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസിൽ 6 തലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതാണ് കണ്ടന്റ്സ്. കണ്ടന്റ്സിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? രണ്ടാമത്തെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഡയമെൻഷൻ ആണ്, അല്ലെ? സെക്കൻഡ് ഡയമെൻഷൻ ആണ്. അതിൽ 5 കാറ്റഗറിയിലാണ് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത്. ഒന്നെന്താണ്? വിഷ്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ട്, സിംബോളിക് ആയിട്ട്, സ്കിമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ട്. ഇനി ഇതിന്റെ മൂന്നാമത്തെ തലം ഏതാന്ന് നോക്കാം. മൂന്നാമത്തെ തലമാണ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ 2 തലങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒന്ന് ഓപ്പറേഷൻസും 2 കണ്ടന്റ്സും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് നമ്മുടെ പ്രോഡക്ട്സ്. ഓക്കെ, ആൻഡ് ഈ പ്രോഡക്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയിലാണ്. ഓക്കെ, അതായത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ബേസ് ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ചെറിയ പൊട്ടുകൾ, അല്ലെ, ഇൻഫർമേഷന്റെ പൊട്ടുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ അറിവുകൾ. എന്നാൽ ക്ലാസസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ്ഡ് ഇൻഫർമേഷൻ ഓർ കാറ്റഗറിയാണ്, അതായത് ഒരു കാര്യത്തെ പറ്റിയുള്ള അറിവ്. അപ്പം ഇൻഫർമേഷൻ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ പൊട്ടുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചധികം യൂണിറ്റ്സ് ചേർന്ന ഇൻഫർമേഷൻ, അതായത് ഒരേപോലെ ഇരിക്കുന്ന കുറച്ചധികം യൂണിറ്റ്സ് ചേർന്ന ഇൻഫർമേഷനെ നമുക്കൊരു ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ് കഴിഞ്ഞ് അടുത്ത വരുന്ന എന്താണ്? റിലേഷൻസ്. റിലേഷൻസ് പറഞ്ഞാൽ എന്താണ്? പരസ്പരമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളെ പരസ്പര ബന്ധമുള്ള ക്ലാസ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ്? കണക്ഷൻസ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങൾ. അതാണ് എന്ത്? റിലേഷൻസ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതാണ് സിസ്റ്റംസ്. സിസ്റ്റംസ് പറയുന്നത് എന്താണ്? വ്യവസ്ഥകളാണ്. വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അതായത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പല റിലേഷൻസും ഒരുമിച്ച് വരുന്നതാണ് നമ്മുടെ സിസ്റ്റംസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻസ്. ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള തലമാണ്. എന്താണത്? നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഇൻഫർമേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു അറിവിനെ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു രൂപാന്തരം വരുത്തുകയാണ് അറിവിന്. ഇപ്പം അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആവണമെന്നില്ല, പക്ഷേ നമുക്ക് കിട്ടിയ പല ഇൻഫർമേഷൻസ് ആയിട്ട്, പല യൂണിറ്റ്സ് ആയിട്ട്, പല ക്ലാസ്സസ് ആയിട്ട്, പല റിലേഷൻസ് ആയിട്ട്, പല സിസ്റ്റംസ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയൊരു അറിവ് അതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതിനെയാണ് രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്.
പിന്നെ എന്താ പറയുന്നത്, ട്രാൻസ്ഫോർമേഷന്റെയും അടുത്ത സ്റ്റേജ് ആണ് ഇംപ്ലിക്കേഷൻസ്. ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രഡിക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന്റെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷന്റെ കോൺസിക്വൻസ് ആണ്. ഇതാണ് എന്ത്, ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്, പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ തലം അല്ലെ, തേർഡ് ഡയമെൻഷൻ ഓഫ് ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് ആണ്. അതിൽ എന്താണ്, ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയിലാണ് നമ്മൾ എന്താ അവിടെ പറയുന്നത്, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ അപ്ലൈഡ് ടു ദ കണ്ടന്റ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ് രണ്ട് തലങ്ങളുടെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ മൂന്നാമത്തെ തലത്തില് പറയുന്നത്. സോ പ്രോഡക്റ്റ് 6 തരത്തിലാണുള്ളത്. ഈ 6 തലങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത്, അടുത്തത് നമ്മൾ അതിന്റെ മോഡൽ ഒന്ന് കാണാം. സോ അതിന് മുന്നേ നമുക്ക് എന്ത് പറയാം, the SOI model suggests that intelligence comprises 180 specific abilities based on these combinations of operations, contents and products. കാരണം നമ്മൾ എന്ത് പറഞ്ഞു, ഓപ്പറേഷൻസ് നമുക്ക് 6 തരമുണ്ട്, കണ്ടന്റ്സ് 5 തരമുണ്ട്, പ്രോഡക്ട്സ് നമുക്ക് 6 തരമുണ്ട്. അപ്പം ഇതിന്റെ എന്താണ്, ഒരു കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പം ഓരോ കോമ്പിനേഷനും എന്താണ്, സ്പെസിഫിക് എബിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. This approach encourages a broader understanding of intelligence, recognizing distinct areas of cognitive ability which can be evaluated and improved individually. അപ്പോൾ ഇതെന്താ പറയുന്നത്, ഇന്റലിജൻസിനെ ഒരു വേറെ തലത്തിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഈ ഒരു കാര്യത്തില്, ഈ ഒരു ഗിൽഫോർഡ്സ് മോഡലില് പറയുന്നത്. ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇപ്പോൾ നമ്മൾ 3D മോഡലിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഡയമെൻഷനിൽ കാണാം. ഒന്ന് ഒരു യെല്ലോ കളർ ആയിട്ട് കാണാം, അതാണ് നമ്മുടെ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു നമുക്ക് 5 തലങ്ങളുണ്ട്. അതായത് മെമ്മറിയെ അവർ 2ആയിട്ട് പറഞ്ഞിട്ടില്ല. മെമ്മറിയെ പലയിടത്തും മെമ്മറിയെ 2ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് മെമ്മറി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 5 ഓപ്പറേഷൻസ് ഉണ്ട്. അതേപോലെ 4 ഇവിടെ 4 കണ്ടന്റ്സ് ആ കാണിച്ചിരിക്കുന്നത്. നമ്മൾ 5 കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്തു. കാരണം എന്താ, ഫിഗറൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഓഡിറ്ററിയും വിഷ്വലും കൂടെ ചേർന്ന കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ എത്ര കണ്ടന്റ്സ് കാണിച്ചിട്ടുണ്ട്, 4. നമുക്ക് വേണമെങ്കിൽ 5 ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാം. അതായത് ഓഡിറ്ററി എന്നും വിഷ്വൽ എന്നും എഴുതാം. അപ്പൊ അങ്ങനെ കണ്ടന്റ്സ്. പിന്നെ മൂന്നാമത്തെ തലമാണ് ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത്. അതെന്താണ്, നമ്മുടെ പ്രോഡക്ട്സ് ആണ്. ഏതൊക്കെയാണ്, യൂണിറ്റ്സ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് implications. So ഇതാണ് നമ്മുടെ ജോയ് പോൾ ഗിൽഫോർഡിന്റെ 3D മോഡൽ ഓഫ് ഇന്റലിജൻസ്.